ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ഹോൾ വീഡിയോ ആണ്. നമ്മുടെ മീഷോ തന്നെയാണ് ഇന്നത്തെയും ഇര. അതും കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാനെപ്പോഴും ഷോർട്ട് ഡ്രസ്സുകളാണ് അത്ര കാണിച്ചിട്ടുള്ളത്. ഞാൻ ലോങ് ആയിട്ടുള്ള അങ്ങനത്തെ കുർത്തയല്ലാതെ ഞാൻ ലോങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല, ഈ ഗൗണൊക്കെ പോലത്തെ നല്ല ഭംഗിയുള്ള അടിപൊളി സൂപ്പർ സാധനങ്ങൾ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ പ്രാവശ്യം വാങ്ങിച്ച മുഴുവനും അതാണ്. ഞാൻ ഒന്നും പൊട്ടിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ഐശ്വര്യമായിട്ടെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അപ്പോൾ കണ്ടാൽ മതി എന്നാണ് ഈയിടെയായിട്ടുള്ള എൻ്റെ തീരുമാനം. പിന്നെ വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഞാൻ നേരത്തെ പൊട്ടിക്കാറുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫേസ്ബുക്കിൽ അങ്ങനെ എന്തോ ഒന്ന് ഇതിൻ്റെ ഒരു ആഡാ കണ്ടത്. അപ്പോൾ അതിലുള്ള ആ ഒരു കുട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ച് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നതിനേക്കാളും ഭംഗി എനിക്ക് ആയിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ തോന്നി. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ അതാ കിട്ടിയത്. അന്നേ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു. പിന്നെ കൊള്ളാലോ, ഇത് ഇത്ര നീളമുണ്ട്, ഇത്ര ഉണ്ട്. നീളത്തിനൊന്നും ഒരു കുറവുമില്ല. കൈയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ കണ്ട പോലെ ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇട്ടിട്ട് നോക്കണം. തുണിയൊക്കെ നല്ല സുഖമുണ്ട്, നല്ല സോഫ്റ്റ് സ്മൂത്ത് തുണിയാണ്, നല്ല സുഖമുണ്ട്. ഫുൾ ഫ്ലോറൽ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു ഇതെല്ലാവരുടെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്ലോറൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ലുക്കായിരിക്കും. നല്ല രസമുണ്ടാവും, ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇട്ടിട്ട് ക്യൂട്ടാണോ നോക്കാം. ഓക്കെ, ഒട്ടും സംശയിക്കേണ്ട കേട്ടോ, അടിപൊളിയാണ്, ക്യൂട്ട് തന്നെയാണ് സംഭവം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. 190 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റും. മീഷോയ്ക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അത്രയും സുഖമുണ്ട് ഈ ക്ലോത്ത്. സാധാരണ ക്രെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ എന്നാണ് പൊതുവേ നമ്മുടെ ഒരു ഇത്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. ഭയങ്കര ബ്രീത്തബിളാണ്. പിന്നെ ഈ പഫായിട്ടുള്ള സ്ലീവ്, പിന്നെ ഈ നടുവിൽ നമ്മുടെ ഈ അരേൻ്റെ അവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട്. അത് അത്ര ടൈറ്റും അല്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ലൂസ് ചെയ്യാം. എല്ലാം കൊണ്ട് ഇത് പൊളി സാധനം കേട്ടോ, പൊളിയാണ്. നെക്സ്റ്റ് വൺ. ഇത് റെഡ് ആണല്ലോ. റെഡ് പൊളിയല്ലേ, റെഡ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഏത് ആൾക്കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറല്ലേ ഈ റെഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിൽ, നൈറ്റ് പാർട്ടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയും പോകുമ്പോൾ അത് പൊളിക്കും, ഒരു സംശയവും ഇല്ല. എന്തായാലും ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. ജോർജറ്റ് ആണ് കേട്ടോ ക്ലോത്ത്. ജോർജറ്റ് അടിപൊളിയാണ്, നിങ്ങൾ പേടിക്കാതെ വാങ്ങാൻ പറ്റിയൊരു ക്ലോത്താണ് ജോർജറ്റ്. നല്ല ലെങ്ത് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തിക്കാണ്, നല്ല ഒരു വെറുതെ ഒരു പാട പോലെയോ നല്ല നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ബ്രൈറ്റ് റെഡ് ആണോ, അടിപൊളി. എനിക്ക് ഇതുപോലത്തെ ഒന്നുമില്ല, ക്രിസ്മസിന് ഇടാം. ഞാൻ ക്രിസ്മസിനുള്ള വല്ല ഫോട്ടോസോ വീഡിയോസിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇടാലോ. സൂപ്പർ സാധനം, അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഇതിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 താഴെ, എന്തായാലും 500 താഴെയാണ്. ഇനി അത്രയൊന്നും ഉണ്ടെന്ന് തന്നെ തോന്നില്ല, എത്രയോ കുറവ്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. എൻ്റെ അമ്മയെ അടിപൊളി സാധനം. ഇട്ടിട്ട് വരാം കേട്ടോ. വെറും 315 രൂപയ്ക്കാണ് മക്കളെ എനിക്കിതൊക്കെ കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായി സംഭവം എന്ന്. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾക്കൊരു ഗ്രാൻഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ഇതിനൊരു സിൽവർ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്ങും മാലയും കൂടിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ലുക്ക് നമ്മൾ വേറെ ലെവലെത്തിപ്പോവും. ഒരു എൻഗേജ്മെൻറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൈഡായിട്ട് വരാം. ഇത് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ക്ലോത്ത് നമ്മളെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒന്നും വൃത്തികേടായിട്ട് ഒന്നും അല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇത്ര ഒരു ചെറിയൊരു ഈ പ്രൈസിന് ഞാൻ ഇതോടെ ഷോപ്പിലൊക്കെ പോകുന്നത് ഓൾമോസ്റ്റ് നിർത്തി. എനിക്ക് ലോട്ടറിയാണ്, ലോട്ടറി. അടുത്തത് നല്ല രസം ഇങ്ങനെ പൊളിക്കാനും ഇടാനും. കയ്യിലെ പൈസ പോകുമ്പോൾ അത്ര സുഖമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കാലത്തേക്കൊന്നും ഞാൻ ഹോൾ വീഡിയോ ചെയ്യാൻ സാധ്യതയില്ല. എൻ്റെ ഫണ്ടൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. ഒരുപാടായി, ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നു. അത്ര എനിക്ക് പറ്റാത്തതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ. നമുക്ക് തീരെ സൈസ് കറക്റ്റ് ആവാതെ ഇരിക്കുമല്ലോ. ഞാൻ പറയാറുണ്ട് അങ്ങനത്തെ കാര്യം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വേറെ ഇടാൻ പോവാനും ഒന്നും ഇല്ലല്ലോ. സോ ഹോൾ വീഡിയോയ്ക്ക് ഞാൻ ഇതോടെ കുറച്ചൊന്ന് ബ്രേക്ക് കൊടുക്കാൻ പോവാണ്. കണ്ടോ അതിന്റെ തന്നെ. അയ്യോ, ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചൊക്കെ നല്ല സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൈസ പോയാലും വേണ്ടിയില്ല എന്ന് തോന്നുന്ന രസമുണ്ട്. മറ്റേതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല തിക്കായിട്ട് നമ്മളെ എലാസ്റ്റിക് ആണ് ചെസ്റ്റിന്റെ അവിടെ വരുന്നത്. ജോർജറ്റ് ആണ്, നല്ല രസം. ഈ ബ്ലൂവിൽ ഈ ഒരു വർക്ക്, ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, എന്ത് രസാ. എനിക്കിങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് ഈ ഒരു ബ്ലൂ കളർ എനിക്ക് തീരെ ഇല്ല. ഏതൊക്കെയോ ബ്ലൂ ഉണ്ട്, പക്ഷെ ഈ ഒരു രസം. ഇത് ബ്ലൂ ആണോ വയലറ്റ് ആണോ പർപ്പിൾ എല്ലാം കൂടി ഉണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഒരു രസമുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല സുഖമാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എന്തായാലും ഇട്ടിട്ട് വരാം.
350 രൂപയാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ വില. ഇതിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ കാണുന്നില്ല ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. എന്തൊരു സുഖമാണ് ഇടാനും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേണമെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ വാങ്ങിക്കോ. ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം നല്ല രസമുണ്ട്, ഇടാൻ നല്ല സുഖമുണ്ട്, നല്ല വൈഡായിട്ടുള്ള നല്ലൊരു നെക്കാണ്. പക്ഷേ ഡീപ്പായിട്ടുള്ള ഇറങ്ങിയിട്ടും അല്ല, നല്ല സ്ലീവും ഉണ്ട്, ലെങ്ത്തുണ്ട്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. ആ കളറും വരെ നമ്മളൊരു ലുക്ക് എന്ത് രസമായിട്ട് ഇവർ ഇതിലൊരു എൻഹാൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഈ ഒരു പ്രൈസ് വെറും 350 രൂപ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. അതന്നെ ആ ഒരു പ്രൈസിനൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടാനാ? അടിപൊളി സാധനം. അൺഫോർച്ചുനേറ്റ്ലി ഞാനിത് പൊട്ടിച്ച സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. സാരമില്ല, വീണ്ടും ചെയ്യാലോ. ഇങ്ങനത്തെ ഒന്നും വീഡിയോക്ക് ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കാതിരുന്ന ഒരുപാട് അവസരങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പഠിക്കില്ല, ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. എന്തൊരു കഷ്ടമല്ലേ ഇത്. ആക്ച്വലി ഇത് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ. ഞാൻ ഇങ്ങനത്തെ ഒന്ന് ഓർഡർ ചെയ്തിരുന്നോ എന്ന് വരെ എനിക്ക് പേടിയായിപ്പോയി. പിന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടോ. ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ക്ലോത്ത് ഒക്കെ നല്ലതാണ്. ഇതൊരു സ്കേർട്ടാണ് ഇങ്ങനെ വരുന്നത്. ബാക്കി ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇതിന്റെ ഒരു ബലത്തിലാണ് എല്ലാം നിൽക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ബാക്ക് കുറച്ച് ഓപ്പൺ ആണ്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എനിക്കില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഗൗണ് പോലത്തെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് എത്രത്തോളം സ്യൂട്ട് ആവുമെന്ന് അറിയില്ല. എനിക്ക് മാച്ച് ആണെങ്കിൽ ഞാൻ ഇത് വെക്കും, അല്ലെങ്കിൽ ഇത് മാത്രം റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ബാക്കി ഒന്നും ഞാൻ കൊടുക്കൂല. ഇത് ഭംഗി ഉണ്ടാവും, പക്ഷെ എങ്ങനെയാണെന്ന് നമുക്ക് ഇട്ടിട്ടാണ് നോക്കാം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വെറും 350 രൂപയ്ക്കാണ് ഇത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ട്. സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ ഒടുക്കാത്ത സ്റ്റൈലിഷാണ്. കൈയിൻ്റെ അവിടെ ഒരു പഫും ഉണ്ട്, നമ്മളൊരു ക്രോപ്പ് ടോപ്പും ഒരു സ്കേർട്ടും പോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് എന്നാൽ എക്സ്പോസ്ഡ് ഒന്നുമല്ല, സൂപ്പറാണ്, അടിപൊളിയായിട്ട്. നമുക്കൊരു ചെറുതായിട്ട് നമ്മൾ ഈ സാരി കൊടുക്കുമ്പോൾ ബാക്കിൽ കാണുന്ന അത്രയൊക്കെ ഉള്ളൂ കാണുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടെ നല്ല സ്റ്റൈലിഷ് സാധനമാണ് കേട്ടോ. പക്ഷേ ഇടുമ്പോഴും ഊരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം സ്കേർട്ടാണ് നമ്മൾ ഇടാനും ഊരാനും വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. അതൊരു ഇത്തിരി പണിയുണ്ട് എന്നല്ലാതെ വേറെ ഒരു നെഗറ്റീവ് ഇതിനില്ല. അടിപൊളിയാണ് കേട്ടോ.